ഇന്നൊരു ചോദ്യം, ക്ലൂ തരാം. നാസയിലെ ആസ്ട്രോനോട്ട് 3 തവണയായിട്ട് സ്പേസിൽ പോയിട്ടുണ്ട്. 802 ദിവസം സ്പേസിൽ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മണിക്കൂർ സ്പേസിൽ വാക്ക് ചെയ്ത ഒരാൾ, സ്പേസ് വാക്ക്, പകുതി ഇന്ത്യക്കാരിയാണ്. നിങ്ങൾ പേര് ഇപ്പോൾ ഊഹിച്ചിട്ടുണ്ടാവും. ഇത് സുനിത വില്യംസ്. സുനിത വില്യംസ് 2 ആഴ്ച മുമ്പ് നമ്മുടെ കൊച്ചിയിൽ വന്നു, കേരളത്തിൽ വന്നു. ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ അവരിങ്ങനെ നടന്നപ്പോൾ ആദ്യം ആരും തിരിച്ചറിഞ്ഞില്ല. പിന്നെ തിരിച്ചറിഞ്ഞു ഇത് വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആസ്ട്രോനോട്ട് സുനിത വില്യംസ് ആണ്. അപ്പോൾ അവരോട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പത്രക്കാർ. അപ്പോൾ അതിനൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു, നിങ്ങൾ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ എന്താ കാണുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, താഴേക്ക് നോക്കുമ്പോൾ അതിരുകളില്ലാത്ത ഭൂമി, ഒരേ ഒരു ഭൂമി. ഞാനിങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്, ഇവിടെ ഈ ആൾക്കാർ എന്തിന് ഇത്ര വേഗത്തിൽ ഓടുന്നത്, ഇത്ര തിരക്ക് പിടിച്ച് ഓടുന്നത്? ഇവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഒരേ വായു, ഒരേ വെള്ളം, ഒരേ മഴ. എന്നിട്ടും വളരെ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേരിൽ നമ്മൾ തമ്മിലടിക്കുന്നത് തമാശയാണ്. വളരെ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേരിൽ നമ്മൾ തമ്മിലടിക്കുന്നത് തമാശയാണ്. ഇപ്പൊ ദൂരെ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഭൂമി എത്ര ചെറുതാ. ഭൂമിക്ക് അതിരുകളില്ല. ഭൂമിയിലെ ആൾക്കാർ വളരെ ചെറിയ കാര്യങ്ങളുടെ പേര് തമ്മിലടിക്കുന്നു. നമ്മൾ ഈ താഴത്ത് താമസിക്കുമ്പോഴല്ലോ, ഭൂമിയുടെ ഗ്രൗണ്ട് ലെവലിൽ താമസിക്കുമ്പോൾ നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര വലുതായിട്ട് തോന്നും. പക്ഷെ വളരെ പൊക്കത്തുനിന്നൊരു ഏരിയൽ ഷോട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തീരെ ചെറുതാണ് നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാവും. ഇത് ഗോസ്പൽ അതാ പറയുന്നത്. ഈശോ ജനങ്ങളെ കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി എന്ന് പറയാം. ഉയർന്ന മലയിലേക്ക്. എന്താ വലിയൊരു മലയുടെ പ്രത്യേകത? അവിടെ നിന്ന് നോക്കുമ്പോഴേക്കും ഒരു ന്യൂ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഒരു പുതിയ കാഴ്ചയിൽ പുതിയ കാര്യങ്ങളെ കാണാൻ പറ്റുന്നുള്ളതാണ്. കാരണം നമ്മൾ കുറച്ചും കൂടി പൊക്കത്തുനിന്ന് കാര്യങ്ങൾ നോക്കുമ്പോൾ, താഴെ നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര വലുതായിട്ട് തോന്നുമ്പോൾ, പൊക്കത്ത് നോക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി ചെറുതാണ്. ഇതൊക്കെ വളരെ നിസ്സാരമാണെന്ന് തോന്നുന്നു.